അതേപോലെ നിങ്ങൾ കോഴ്സ് ഇംഗ്ലീഷിലാണ് പഠിച്ചത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കരുതേണ്ടതുണ്ട്. ഫീസ് 319 പൗണ്ട്, IHS സർചാർജ് 1552 പൗണ്ട്, അതുപോലെ തന്നെ ഈ VFS സെന്ററുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ സർവീസ് ചാർജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ് ചെലവുകൾ വരുന്നത്. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും വിസ നിരസിക്കാൻ കാരണമായേക്കാം. അപ്പൊ നിങ്ങൾ ഈ ബാലറ്റിലെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങൾക്ക് വലിയൊരു ലോട്ടറി അടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ ചെറിയ അശ്രദ്ധ മൂലം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നൊരു വിസ റിജക്ട് ചെയ്യപ്പെടരുത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ ഇതിനൊന്നും ശരിക്കും ഒരു ഏജൻസിയുടെയോ ഒന്നിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം മെയിൽ ത്രൂ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ UK സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗവൺമെന്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഏജൻസികളെ മറ്റും സമീപിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിന്റെ ആവശ്യമില്ല എന്നേ ഞാൻ പറയുന്നു. അതുപോലെ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇമെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഡേറ്റുകൾ മാറിപ്പോവാതിരിക്കുക. ചിലപ്പോൾ ചില ടെൻഷൻ കൊണ്ട് നമ്മൾ ഡേറ്റ് ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.